എല്ലാവരുടെയും മനസ്സിൽ ആദ്യം തൊട്ടുണ്ടായിരുന്ന ഒരു ആശങ്കയായിരുന്നു യാത്രാ സൗകര്യം എന്ന് പറയുന്നത്. ഈ ഗതാഗതമൊക്കെ എങ്ങനെ ഒന്ന് ക്രമീകരിച്ചു വരും, പ്രത്യേകിച്ചും വലിയ തിരക്കുള്ള തമ്പാനൂരും റെയിൽവേ സ്റ്റേഷന്റെ മുൻവശവും അടക്കം വലിയ തിരക്കുള്ള ഭാഗമായിരുന്നു. സ്റ്റേജുകളാണെങ്കിൽ 25 ഇടങ്ങളിലായി 25 വേദികളാണ്. എങ്ങനെ എല്ലായിടത്തേക്കും ഓടിയെത്തും എന്നൊരു ആശങ്ക സ്വാഭാവികമായും എല്ലാവരിലും ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ കലോത്സവ നഗരിയിൽ സൗജന്യമായി യാത്രാ സൗകര്യം ഒരുക്കിയിരിക്കുകയാണ് KSRTC. 10 ഇലക്ട്രിക് ബസ്സുകളാണ് കലോത്സവത്തിന് വേണ്ടി മാത്രം ഈ ഫ്രീ സർവീസ് നടത്തുന്നത്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനെത്തിയ എല്ലാവർക്കും ഒരുപോലെ സൗജന്യ യാത്രാ സൗകര്യം ഒരുക്കിയിരിക്കുകയാണ് KSRTC ബസ്സുകൾ. വിവിധ വേദികളെ ബന്ധിപ്പിച്ച് രാവിലെ 8 മണി മുതൽ രാത്രി 9 മണി വരെയാണ് KSRTC ബസ് സർവീസ് നടത്തുന്നത്. വേദികളിൽ നിന്നും പുത്തരിക്കണ്ടം മൈതാനത്തെ ഭക്ഷണ കേന്ദ്രത്തിലേക്കാണ് പ്രധാനമായും ബസ് സർവീസ്. നെയ്യാറ്റിൻകര MLA K. ആൻസലിന്റെ നേതൃത്വത്തിൽ ട്രാൻസ്പോർട്ടേഷൻ കമ്മിറ്റിയുടെ കീഴിലാണ് ഈ ഇലക്ട്രിക് ബസ്സുകളുടെ പ്രവർത്തനങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.